ഹായ് നമസ്കാരം. എൻ്റെ പേര് സാബു മാധവൻ. ഗവൺമെൻറ്റിൻ്റെ പൂവനി എന്ന പദ്ധതി പ്രകാരം പുല്ലമ്പാറ പഞ്ചായത്തിലെ ശലഭം എന്ന കർഷക കൂട്ടായ്മ നടത്തിയ ജമന്തി കൃഷിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും എന്നുള്ള വിശ്വാസത്തിൽ വീഡിയോ തുടരട്ടെ. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പോഴും? അത് ലിപ്പി വരുന്നതേ അറിയുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ മൊത്തത്തില് ഏകദേശം നമുക്കൊരു നല്ല വിഷയമുണ്ട്. നല്ല വിഷയം. പിന്നെ വെള്ളം, മോട്ടർ ആ വീട്ടിൽ നിന്ന് അടിക്കുന്നത്, കറണ്ടിന്റെ പൈസ, അത് കറണ്ട് വേണ്ട. അതുകൊണ്ട് ഇതിന്റെ ഉടനെ അമേരിക്കയിലാണ്. വസ്തുവില്ല. അപ്പൊ ഇതിന് നമ്മള് ഇപ്പം പൈസ കൊടുക്കണ്ട. മനസ്സിലായി. അയാള് നമുക്ക് സപ്പോർട്ടാണ്. അപ്പൊ ഇത് പിന്നെ ഇതിനെ നോക്കി നടത്തുന്നത് വേറെ ആളുണ്ട്, ഷാജി. അപ്പൊ അയാളുടെ കെയറോപ്പിൽ നമ്മൾ അയാളുടെ പറഞ്ഞിട്ട് അയാളെ നിങ്ങൾ എടുത്തിട്ട് ചെയ്ത് അല്ലെങ്കിൽ ഐഡിയ നിങ്ങൾ എല്ലാം കൂടെ കൂടി അങ്ങനെ പഞ്ചായത്തിൽ 7 പേർക്ക് ഇത് പറ്റുള്ളൂ. ഒരു പഞ്ചായത്തിൽ 7 പേർക്ക് ചേർന്നുള്ള ഒരു വാർഡിൽ 7 പേർക്ക് ചേർന്നുള്ള ഒരു ബിസിനസ്, ഒരു കൃഷിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വലായിട്ട് ഒരാളിന് ചെയ്യാൻ പറ്റില്ല. ഇത് പിന്നെ തൊഴിലുറപ്പ് മേഖലയിൽ നിന്നാണ് ഇത് വരുന്നത്. അതിൽ നിന്ന് ഒരു 7 പെണ്ണുങ്ങളെ എടുത്തു. ഇത് കിളയ്ക്കാൻ ആണുങ്ങൾ വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ 2 ആണുങ്ങളോടുണ്ട്. അങ്ങനെയാണ് 2 പേരെ ആണുങ്ങൾ. അതെ അതെ. അപ്പൊ ഇത് സ്ത്രീകളാണ് ഇതിന്റെ പിന്നിൽ. സ്ത്രീകളാണ് ഇതിന്റെ. പിന്നെ അവർക്ക് ആദ്യമായിട്ടുള്ള പരിപാടിയല്ലേ, അപ്പൊ അതിന്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ട് വരുന്നുള്ളല്ലോ. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വ്യാപകമായിട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, വേറെ വാർഡുകളൊക്കെ കുറേശ്ശെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളാണ് ചെയ്തിരിക്കുന്നത്. അത് പൂ കിട്ടുകയും ചെയ്തല്ലേ കറക്റ്റ് ആയിട്ട്. ഇത് ശരിക്കും എവിടത്തേക്കാണ് അത് കയറ്റി എങ്ങനെ മറ്റേ ഓരോ കടകളിൽ കൊടുക്കും. അവർക്ക് കടയിലെ കിലോ എത്രയാണ്? വില കുറവല്ലേ ഇപ്പം, 30-35. അല്ല, ഈ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ പൂ ഭയങ്കര വിലയില്ലേ. അപ്പൊ ഇനിയിപ്പം ഈ ഒരു 5 ഓണം 5 കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തോന്നുന്നു, ഭയങ്കര പൈസ ആവും. കാരണം 200 രൂപ വരെയൊക്കെ പോയ സമയമുണ്ടായിരുന്നു. തൈ അവർ സബ്സിഡി ഉണ്ടോ? പിന്നെ 360 3600 തൈ നമ്മൾ നട്ടിട്ടുണ്ട്. ഇത് ഏരിയ അങ്ങോട്ടൊക്കെ. അപ്പൊ ഇത് ഈ സബ്സിഡി ഏത് അങ്ങനല്ല, നമ്മൾ ഇത് നട്ടിട്ട് അതിന്റെ ഒരു ഇപ്പം 100 രൂപയാണെങ്കിൽ അതിൽ 3% ആക്കും. അപ്പൊ ഏകദേശം ഒരു 30-25 അത്രയല്ലേ വരുള്ളൂ. ആ പൈസ നമ്മൾ കൃഷി പോകുന്നില്ല, ബാക്കി നമുക്കുള്ളത് തൈ അവർ തരും അല്ലേ? തൈ അവർ തരും. ഇത് പക്ഷേ ഒരു വാഴ കൃഷി അത് പോയാ പോയി. പിന്നെ ഇത് വിരിയുമ്പോ ഒരു സന്തോഷമില്ലേ. പിന്നെ എത്ര ആൾക്കാർ വന്നു പറയും ഇവിടുന്ന്. മറ്റേ ഇത് നില ഒരുക്കുന്നത് എങ്ങനെയാണ് ശരിക്കും? ഇത് മറ്റേ ചെറിയ JCB കിറ്റച്ച് ഉണ്ടല്ലോ, അതുകൊണ്ട് മൊത്തം ഇത് ഇളക്കി മറിച്ചിട്ട് നമ്മൾ ആ ഒരു ഇത്ര വീതിയുണ്ട്. ആ വീതിക്ക് നമ്മൾ ചരട് കെട്ടിയിട്ട് ഇതിനെ നമ്മൾ ഇഞ്ചി കൃഷി നടന്ന രീതിയിലാക്കിയിട്ട് അങ്ങനെയാണ്. കൃഷി ഓഫീസറാണ്, പഞ്ചായത്തിനാണ്, നമുക്ക് ആർക്കും പരിചയമില്ലാത്തൊരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു 3500ഓളം തൈ വേണ്ടായിരുന്നു. ഇതിന്റെ നേർപകുതി, അതായത് ചില അകലം കൂട്ടി നട്ടാലും ഈൽഡ് കൂടുതൽ കിട്ടുക മാത്രമല്ല ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വെജിറ്റബിളും ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനൊക്കെ. ഇത് എത്ര ഒരു തൈ കിട്ടി എത്ര ദിവസത്തിനുള്ളിലാണ് പൂ ഇങ്ങനെ വരുന്നത്? ഒരു തൈ കിട്ടി നമുക്ക് ഏകദേശം 3 മാസം എടുക്കല്ലേ. 3 മാസം ആകുമ്പോഴത്തേക്ക് ഇതേപോലെ. പക്ഷെ ഈ പൂ ഒരുപാട് സമയം നിൽക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് പെട്ടെന്ന് നശിച്ചു പോകത്തില്ല. നമ്മൾ ഇത് കറക്റ്റ് എടുത്താൽ നമുക്ക് ഈ പേപ്പറിലൊക്കെ ഉണ്ടാകുന്ന അതേ ഷേപ്പ്. ഇത് അമ്മ അല്ലല്ല, ഇത് നമ്മളോടുള്ള ചേച്ചി. നമ്മൾ 7 പേര് ചേർന്നാണ് ചെയ്യുന്നത്. ഇത് ഇവരെ സ്ത്രീകളെ ഒരു സംരംഭമാണ്. നമ്മൾ ശലഭം കർഷക കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം രൂപീകരിച്ച് ചെയ്യുന്നതാണ്. ഒരു കർഷക സംഘത്തിന്റെ കീഴിൽ ചെയ്യുന്ന സംഭവമാണ്. മാത്രമല്ല രാവിലെ ഇതൊക്കെ വന്നൊന്ന് കാണാനും അല്ലേ, നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ മറ്റൊരു കൃഷി ചെയ്യുന്ന രീതി അല്ലല്ലോ. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് വരെ തോവാളയിൽ നിന്ന് കിലോ 20 രൂപയ്ക്കാണ് അവർ ഇറക്കി കൊടുക്കുന്നത്. അപ്പൊ അവര് നമ്മളെ മാർക്കറ്റ് റേറ്റ് അത്ര ഇടിച്ച് താഴ്ത്തിയിരിക്കണം. ഓണത്തിനൊക്കെ ഇപ്പൊ ഏകദേശം ഒരു 100 കഴിയാളാണ് കിലോയ്ക്ക്. ഇപ്പം 35, 40, 45, 50 ആ റേഞ്ച്. മറ്റന്നാൾ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു 2-3 ദിവസമാണ് നമ്മളെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അതിപ്പോ വ്യാപക ഈ പഞ്ചായത്ത് മാത്രമല്ല, എല്ലാ പഞ്ചായത്തിലും വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയം തന്നെയാണ്. പിന്നെ എന്നാലും വലിയ കുഴപ്പമാണ്. നമുക്ക് പഞ്ചായത്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. തൊഴിലുറപ്പുകാരെ വെച്ചിട്ട് ഈ തടം എടുത്തു തരികയും പിന്നെ കിളച്ചു തരികയും എല്ലാം ചെയ്തിട്ടുണ്ട്. തൈ നമുക്ക് തന്നത് സബ്സിഡിക്കാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ
ഉടനെ തന്നെ നമുക്ക് ഉടനെ തന്നെ നമുക്കെല്ലാം പന്നി കയറാതെ സോളാർ ഇത് വേലിയെല്ലാം വെച്ചത് പുള്ളി ഇതിനു വേണ്ടി വെച്ചത്. ഉടമസ്ഥ തന്നെയാണ്. അപ്പൊ നല്ലൊരു മനസ്സിനുടമയാണ് പുള്ളി. അൻസർ കെ എന്നാണ് പേര്. പുള്ളി തന്നെയാണ് എല്ലാം. പിന്നെ പുള്ളിയുടെ ഷാജി എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, പുള്ളിയുടെ സുഹൃത്തുണ്ട്. അവർ രണ്ടുപേരും കൂടെ തന്നെയാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. പിന്നെ നമുക്ക് വെള്ളം തന്ന് സഹായിച്ച് തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ്. അല്ല, ഇത്രയും ഒരു പുരയിടം കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവം. അതെ അതെ അതെ. ബൾക്കായിട്ട് ഇത് ചിലവാക്കുക എന്നുള്ള വലിയൊരു സംഭവമാണ്. ബൾക്കായിട്ട് ചിലവാക്കാൻ ഭയങ്കര സംഭവം. അല്ലല്ല, തമിഴ്നാട്ടുകാർ അതിനൊരു വില കുറച്ചു എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും കേരളത്തിൽ നിന്ന് ഇത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണല്ലോ. കർഷകർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവരെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ മലയാളികൾ അതിനെ തിരുത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ ആൾക്കാരും പ്രതീക്ഷയില്ല ഇങ്ങനെ ഉണ്ടാകുന്നു. ഇത് അവരെ കുത്തകയായിരുന്ന ഒരു സംഭവമല്ലേ. അവര് പറിച്ചെടുക്കുന്ന പൂവിന് ഒരാഴ്ച സമയം അവര് ഇതിരിക്കും. പക്ഷെ നമ്മളത് അങ്ങനെ ഇരിക്കില്ല. അവര് മരുന്നടിച്ചോണ്ട് നമുക്കത് അറിയില്ലായിരുന്നു. കാരണം നമ്മളവിടെ ചെന്നപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നെടുവങ്ങാട്ട് പൂക്കടക്കാരെടുത്ത് കാണിച്ചു തന്നു. അതായത് ഒരാഴ്ചയോളം ഇരിക്കും. പറഞ്ഞാൽ അവരെന്ത് മരുന്നാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞു. പൂക്കടക്കാർക്കും മരുന്നടിച്ച സാധനം മതി, പൂവല്ലേ ഒരാഴ്ച. അവർക്ക് ബിസിനസ്സിന് എപ്പോഴും സാധനം നശിക്കാതിരിക്കാൻ വേണ്ടി. പിന്നീട് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന, നമ്മൾ ഈ പൂജയ്ക്ക് വേണ്ടി എടുക്കുന്ന അത്രയും വിഷമാണെന്നുള്ളത്. നമ്മുടെ പച്ചക്കറികളും എല്ലാം അങ്ങനെയാണല്ലോ ഏഴ് വാർത്തയിൽ ചെയ്യുന്നുണ്ടല്ലേ. എല്ലായിടത്തും നല്ല ഇതുപോലെ തന്നെ ഈൽഡൊക്കെ ഉണ്ടോ? ഇല്ല. ഏറ്റവും കൂടുതൽ. അത് മാത്രമല്ല നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കൃഷിഭവൻ പറഞ്ഞ അതേ രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു മൂട് പോലും ഞങ്ങൾക്ക് വാടിപ്പോവുകയോ അങ്ങനെ ഒന്നും വന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു മൂടിന്റെ ആവശ്യം ഇല്ലായിരുന്നു സത്യത്തിൽ. ഈ രണ്ടടി വെച്ച് അകലത്തിൽ നട്ടിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വളർന്ന് സ്ട്രോങ് ആയി പെട്ടെന്ന് ചരിയൂലേ. ഈ ഇടയ്ക്ക് നമുക്ക് ഈ വഴുതനങ്ങയോ കത്തിരിയോ അല്ലെങ്കിൽ വെണ്ടയ്ക്കയോ ചീരയോ അതിന്റെ ഇടയ്ക്ക് നട്ടിട്ട് നമുക്ക് ഇതിനു മുമ്പ് ചീരക്കാട്ട ഇതിനു മുമ്പ് തന്നെ നമുക്കൊരു വിളവെടുപ്പ് നടത്തായിരുന്നു. അപ്പൊ നമുക്ക് ഇരട്ടി ലാഭം വന്നു, സാമ്പത്തികം. നമുക്കത് അറിയില്ലായിരുന്നു. ഇതിൽ ഇറങ്ങിയതിനു ശേഷം നമുക്ക് കൃത്യമായിട്ട് പഠിച്ച്. പിന്നെ ഇത് വേറെ ഒരു കൃഷി ചെയ്യുന്ന പോലെ അല്ല. കാരണം നമുക്ക് ഇത് ഒന്ന് സാബു പറഞ്ഞ പോലെ ഒന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അത് വലിയൊരു സംഭവമല്ലേ. അതെ, കാണുമ്പോൾ കിട്ടുന്ന ഇപ്പോഴും കുടഞ്ഞു പറിക്കേണ്ട അവസ്ഥ. ഇപ്പം ഇങ്ങനെ തട്ടിയ വെള്ളമാണ്. വെള്ളമുണ്ട്. ഇത് മഴയല്ല, രാവിലത്തെ മഞ്ഞ്. ഞങ്ങൾ ഇത്തിരി കൂടെ രാവിലെ വരാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ ഇത് വഴി തെറ്റി ഊപ്പാടുമെന്നാണ് ഇപ്പോൾ ഇവിടെ എത്തിയത് കേട്ടോ. ശരിക്കും രാവിലെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. ആർക്കും അറിഞ്ഞൂടാ. ഇല്ല, ആരെയും പറ്റില്ല. ഞങ്ങൾ ചോദിച്ചു. ഇപ്പൊ തന്നെ ആ കടയിൽ വന്നപ്പോ ഇദ്ദേഹം അവിടെ നിന്ന് ആ കടയിൽ നിൽക്കുന്ന അവിടെ കടയിലുള്ള ഒരാളുടെ ചോദിച്ചപ്പോ അയാൾക്കറിയത്തില്ല. അപ്പൊ അവിടെ അപ്പൊ ഇദ്ദേഹം ചായ കുടിച്ചോണ്ടിരിക്കുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ് വാ ഞങ്ങൾ തന്നെ എന്റെ ആളെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഞങ്ങള് തിരക്കി എന്താണോ വന്നത് അവിടെ തന്നെ എത്തപ്പെട്ടു എന്നുള്ളതാണ്. മഹാദേവ ടെമ്പിൾ കഴക്കൂട്ടം അമ്പലത്തിൽ നിന്നായിരിക്കും കഴക്കൂട്ടത്തെ അമ്പലത്തിന് എന്റെ നമ്പർ കഴക്കൂട്ടം. ഞാൻ അഡ്വൈസറി ബോർഡ് ഞങ്ങൾക്ക് ഉത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ അത് വിളിച്ച എന്നെയാണ് കിട്ടുന്നത്. എന്തായാലും കൊള്ളാം, അടിപൊളി. എന്തായാലും നമ്മൾ വന്നു പെട്ടത് കറക്റ്റ് സ്ഥലത്ത്. ഹൈദരാബാദിൽ നിന്ന് വരുന്ന വിത്ത് മുളപ്പിച്ചാണ് നെയ്യാറ്റിൻകരയുള്ള ഒരു നഴ്സറിക്കാരാണ് ഞങ്ങൾക്ക് തന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞ അവർക്ക് ഹൈദരാബാദിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയ വിത്ത്, ഹൈബ്രിഡ് വിത്ത് അവർ പാകി തന്നു. അപ്പൊ അവർക്കും 2 കളർന്ന് പറഞ്ഞാണ് വരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ മഞ്ഞയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കറ്റ്. ഇതിൽ നിങ്ങൾക്ക് വിത്താക്കാൻ പറ്റുമോ? വിത്താകാം, പക്ഷെ ഈ ഒരു ക്വാളിറ്റി കിട്ടൂല. കാരണം ഇത് ഹൈബ്രിഡ് തൈ നടുമ്പോഴേ കൃഷിക്കൊക്കെ നമുക്ക് വീട്ടിലൊക്കെ വേണമെങ്കിൽ അത് ചെയ്യാം. ഇത് അങ്ങനെ വ്യാപകമായിട്ട് എന്തായാലും വിത്ത് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഇത് സാമ്പത്തികമായിട്ട് ലോസൊന്നും അല്ലല്ലോ. ലോസ് വരില്ല, കാരണം നമുക്ക് പഞ്ചായത്ത് ചെയ്ത് തന്നോണ്ട് ലോസ് വരില്ല. എന്നാലും നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയാൻ വേണ്ടിട്ട്. അല്ല, പ്രോഫിറ്റ് നമ്മുടെ സുഖമാണ്. അത് തന്നെ നമ്മളെ കൺകുളിരി. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രോഫിറ്റ്. സാമ്പത്തികമല്ല. സാമ്പത്തികമാണെന്ന് പറഞ്ഞാലും ഒരു പരിധി വരെ നമ്മുടെയൊക്കെ വാഴക്കുല നട്ടിരുന്നെങ്കിൽ നമ്മൾ തിരക്കി വരില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ യൂട്യൂബിലൊക്കെ കാലാകാലം കിടക്കും. ചേച്ചി, ഇത് എങ്ങനെയാണ് നിങ്ങളെല്ലാവരും കൂടെ ഈ ഒരു കൃഷി മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആശയം വന്നത്? എങ്ങനെ ഇത് ഏത് വഴിയൊക്കെ പോയാണ് ഈ കാര്യങ്ങൾ നടത്തിയെടുത്തത്? നമ്മുടെ
പഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേഷ് സാറാണ് ആദ്യം ഇങ്ങനെ ഒരു ആശയം നമ്മുടെ മുമ്പിൽ വെച്ചത്. ശരി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം കാണുകയും അപ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ്, വനിതകളുടെ ഒരു ഗ്രൂപ്പ് ചെയ്യുകയും എല്ലാം ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ശലഭം എന്ന് പറയുന്നൊരു കർഷക കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇത് നിലം ഉഴുതു തന്നതെല്ലാം നാഗരൂഴിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അപ്പോൾ അതിൻ്റെ പഞ്ചായത്തിൻ്റെയും കൃഷി ഓഫീസർ എടുത്തു പറയേണ്ടതാണ്. കൃഷി ഓഫീസറെ എല്ലാം സഹായം നമുക്ക് ഉണ്ടായിരുന്നു. നിലം പുല്ലമ്പാറ പഞ്ചായത്തിൻ്റെയും പുല്ലമ്പാറ കൃഷി ഓഫീസിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂടിനടുത്ത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ നാഗരൂഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നാഗരൂഴി എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പെരപ്പംകോട്ടെന്ന് റിംഗ് റോഡ്, വെഞ്ഞാറിലേക്ക് കയറുന്ന റിംഗ് റോഡുണ്ട്. ആ പോകുന്ന വഴിക്കാണ് ഈ പാലാങ്കുളം വഴി നാഗരൂഴിയിൽ വന്നാലാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ശരിക്കും സ്ഥലം വന്നിട്ട് നിങ്ങൾ പാട്ടത്തിന് എടുക്കുകയാണോ അത് ആരെങ്കിലും സഹായിച്ചതാണോ, എങ്ങനെയാണ് ചെയ്തത്? സ്ഥലം നമുക്ക് ഒരു സഹായിച്ചാണ്. അത് പുള്ളി അമേരിക്കയിലാണ്, അൻസർ എന്നാണ് പേര്. ശരി. പുള്ളിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ സ്ഥലം തന്നത്. പുള്ളി തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചുറ്റും വേലി കെട്ടി തന്നത്. ഇവിടെ കാട്ടുപന്നിയുടെ ശല്യമൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേലി കെട്ടി തന്നു. പിന്നെ എടുത്തു പറയേണ്ടത് വെള്ളം തന്നത് ഇവിടെ തന്നെ തൊട്ടയൽവക്കത്തുള്ള സുര എന്ന് പറയുന്ന സുരേഷ് എന്ന് പറഞ്ഞ ഇവിടെ നാഗരൂഴിയിൽ കട അടക്കുന്ന സുരേഷ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ കറണ്ട് കയറി ജോലി അദ്ദേഹം മേടിച്ചില്ല എന്നുള്ളതാണ്. അല്ല, ഈ പന്നി ശല്യേ മറ്റുള്ള വിളകൾ നമ്മൾ കൃഷി നടത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പൊ ഇതിനകത്തും അതേപോലെ ആക്രമണം ഉണ്ടാവുമോ? പൂവിനും ഉണ്ടല്ലേ? പൂവിന് ഉണ്ടാകുന്നത് അതിന്റെ മൂട് വെച്ച് തോണ്ടുകളായി ആണല്ലേ? അതൊരു ഇത് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. ചാണകപ്പൊടിയും ഡൈക്കോട്ടർമ എല്ലാം കൂടെ ആയിട്ട് ജൈവവളത്തിലാണ് ചെയ്തിട്ടിരിക്കുന്നത്. ചാണകപ്പൊടിയുടെ സ്മെല്ല് അടിച്ചാൽ തന്നെ ഈ പന്നി കൊണ്ട് ഇതിന്റെ വേര് തിന്നുകളായി. അല്ല, ഇത് സാധാരണ കുറെ കൂടെ വലിപ്പമുള്ള പൂക്കളാണല്ലോ നമ്മൾ കാണുന്നത്. ഇത് എന്താണ് ഇങ്ങനെ ഒരു ഇത്? നിങ്ങൾ വന്നപ്പോ 3 തവണ വിളവെടുപ്പായി. ഇത് 4ാമത്തെ തവണ. ഇന്നിപ്പോ 4ാമത് വിളവെടുക്കാൻ പോവാണ്. അതാണ് ഇതിന്റെ ഒരു ആദ്യം ശരിക്കും ഇതിന്റെ ഒരു ഇരട്ടി ഉണ്ടായിരുന്നു. അതായത് ഒരു കൈ നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ എത്രയാണ് അത്രയും സൈസിന് പൂ ഉണ്ടായിരുന്നു. അതല്ല ഇതിനി വിരിഞ്ഞു വരുന്നത് ഈ ഇവിടെയൊക്കെ വിളവെടുത്ത സ്ഥലങ്ങളാണ്. മനസ്സിലായി. വലിയ ഇത് ശരിക്കും പറഞ്ഞാൽ 4ാമത്തെ തവണയാണ്. ഇത് മൊത്തം അവർ പറഞ്ഞിട്ടുണ്ട് എത്ര തവണ ഇത് വിളവെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. ഞങ്ങൾ ഇതിൽ ആദ്യമായിട്ടാണ് വന്നത്. ഞങ്ങളുടെ ചില പരിചയ കുറവുകൾ ഇതിനകത്തുണ്ട്. കാരണം ഇത് തന്നെ നമ്മൾ ശരിക്കും അടുത്തടുത്താണ് നട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ഇതിലിറങ്ങി ആർക്കും തന്നെ നമുക്കിപ്പോ കൃഷി ഓഫീസിലായിരുന്നാലും അവർക്കും ഒരു ചെറിയൊരു പരിചയ കുറവ് ആദ്യമായിട്ടാണ്. നമ്മൾ ഈ മേഖല ആദ്യമായിട്ടാണ് ഈ പൂക്കൃഷിയിലേക്ക് വരുന്നത്. അപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഏകദേശം 1 ഏക്കറോളം എല്ലാ സ്ഥലങ്ങളിലും കൂടെ നമ്മൾ 7 സൈറ്റുകളിലായിട്ട് ഏകദേശം 1.5 ഏക്കറോളം സ്ഥലം ഈ പൂക്കൃഷി ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ വർഷം മുതലാണ് 2024 മുതലാണ് കേരള സർക്കാരിന്റെ പൂവനി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. കേരള സർക്കാരിന്റെ പൂവനി എന്ന് പറഞ്ഞ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ചെയ്യുന്നത്. പക്ഷെ ശരിക്കും പ്രാവർത്തികമാക്കിയത് ഈ പറഞ്ഞ വെമ്പായം നിങ്ങളുടെ ഈ പഞ്ചായത്തിലാണ് അല്ലേ? കൃഷി ഓഫീസർ അപ്പൊ ആള് കൊള്ളാം. കൃഷി ഓഫീസർ നമ്മളെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ അവർ ആ മേഡം പറയുന്നതിനനുസരിച്ച് തന്നെ ഞങ്ങൾ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മൂട് പോലും വാടൽ രോഗമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഒരു രോഗം പോലും ഉണ്ടായിട്ടില്ല. ഇത് മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ ശരിക്കും വ്യാപകമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കൊടുത്ത് കയറ്റി അയക്കുകയാണോ? അത് അതിനെ കുറിച്ചിട്ട് മാർക്കറ്റിംഗ് സംബന്ധമായിട്ട് ഇപ്പൊ എന്താണ് പറയാനുള്ളത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നത് നെടുവങ്ങാടാണ്. നെടുവങ്ങാട് ഒരു പൂക്കടയിലാണ് കൊടുക്കുന്നത്. പുള്ളിയാണ് നമുക്ക് കൂടുതൽ എടുക്കുന്നത്. ഹോൾസെയിൽ ആയിട്ടുള്ള കടയാണ് അത്? ഹോൾസെയിൽ ആയിട്ടുള്ള കടയാണ്. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പോൾ കുറച്ചിപ്പോൾ ഒരാളിപ്പോൾ അത്യാവശ്യം വരികയാണെങ്കിൽ ഇപ്പൊ അമ്പലത്തിലൊക്കെ വേണമെങ്കിൽ എടുക്കാറുണ്ട്. നമുക്കിപ്പോ ഇന്നലെ തന്നെ ഇപ്പൊ ഈ ചില ക്ലബ്ബുകളിലൊക്കെ കപ്പെടുന്ന സ്കൂളുകളിൽ 2 കിലോ 1 കിലോ അങ്ങനെ എടുക്കാറുണ്ട്. അപ്പൊ ഒരു കാര്യം, നിങ്ങളുടെ നമ്പർ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം. ആർക്കെങ്കിലും അമ്പലങ്ങൾക്ക് വേണമെങ്കിലും അത് കൊടുക്കാം. ശരിക്കും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണല്ലോ തീരുമാനം, അതല്ലാതെ ഒരു കൃഷി കൊണ്ട് നിർത്താനുള്ള പരിപാടി? നമ്മൾ ഇത് പൂക്കൃഷിയോടൊപ്പം മറ്റ് കൃഷിയും കൂടെ ഇതിന്റെ കൂടെ ചെയ്തു പോകത്തക്ക രീതിയിൽ ആണ്. അപ്പൊ നമുക്കിപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അടുത്ത് നട്ടുകൊണ്ട് നമുക്ക് അതിന്റെ ഇടയ്ക്ക് വേറെ നടാനൊന്നും സ്പേസ് ഇല്ല. ഇനി ഇതിപ്പം നമ്മൾ ഇനി ചെയ്യുമ്പോൾ ഇത് അകലത്തിൽ നട്ടിട്ട് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് പഠിക്കാണ്ട്. പക്ഷെ ഈ കിട്ടിയ വളവിൽ തന്നെ നിങ്ങൾ സന്തുഷ്ടരാണോ? അതുകൊണ്ടാണ് അല്ലെങ്കിലും ചേച്ചി ഇത് കൊണ്ട് കാണുന്നത് തന്നെ ഒരു നമ്മള് ഇങ്ങനെ വന്നോണ്ട് ഈ ഒരു കൂട്ടായ്മ ഈ പൂകൃഷി പൂവനി എന്നുള്ള പദ്ധതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ നാട്ടിലെ 4 വശത്ത് കിടക്കുന്ന ഞങ്ങള്
ഞങ്ങളുടെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്ന് വന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകുന്നത് അപ്പൊ ഇതിനകത്ത് വന്നപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വേറെയാണ്. അതല്ലേ ഇത് വന്ന് കാണുമ്പോഴേ നമുക്കിപ്പോൾ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഇത്തരം സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടാവേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതിൽ ഇപ്പൊ പോവാണെങ്കിൽ ഇപ്പോൾ എന്റെ അഭിപ്രായത്തില് ഇപ്പൊ എന്തായാലും കേരളത്തിലുടനീളം ഈ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി വെജിറ്റബിൾ കൃഷിയിലൂടെ പോവാമെന്നുള്ളതാണ്. അത് നമുക്ക് കേരളത്തിൽ കൂടുതൽ വെജിറ്റബിൾ കൃഷി ഗ്രൂപ്പ് ഇപ്പൊ ഇൻഡിവിജ്വലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ പറഞ്ഞു കർഷക കുടുംബത്തിൽ നിന്നുള്ളതാണെന്നുണ്ട്. ഇപ്പൊ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോ 7 പേര് വിപണി പിന്നെ നമുക്ക് ലാഭമാണ്. നമ്മൾ ലാഭം ഷെയർ ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഒരു സംഘമാണ്. നമുക്കിപ്പോ പുറത്ത് ഒരാളിനെ ഇപ്പൊ ഒരു പാടത്ത് നമ്മള് കൂലി കൊടുത്ത് ആളിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് വരെ നമ്മൾ ഗ്രൂപ്പ് എല്ലാരും കൂടെ ചെയ്താൽ അവിടെ കൂലി നമുക്ക് എല്ലാവർക്കും ലാഭമാണ്. പിന്നെ മറ്റ് കൃഷിയാകുമ്പോൾ വിറ്റ് വരുമ്പോൾ നമുക്ക് നേട്ടം ഉണ്ടാവുള്ളൂ, വേറെ നഷ്ടമൊന്നും ഉണ്ടാവില്ല. അല്ല ഇത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് നമ്മുടെ മനം കുളിർക്കെ ആ ഒരു പൂക്കൾ എന്ന് പറയുമ്പോൾ എല്ലാം ഒരു ബ്ലെസ്സിങ് ആണ് ദൈവത്തിന്റെ. അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു, മറ്റുള്ളവർക്ക് അത് നൽകാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൃഷികളിൽ തന്നെ നമുക്ക്. പക്ഷേ ഇത്രയും കാലം നമുക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞൂടാ. ഇനി ഞങ്ങൾക്ക് ഇത് മനസ്സിലായി. ഞങ്ങൾ നഷ്ടമാണെങ്കിലും ചെയ്യൂ, നഷ്ടമാണെങ്കിലും നമ്മൾ ചെയ്യും. അതൊന്നും പ്രശ്നമല്ല, നമ്മുടെ സന്തോഷം. നഷ്ടവും ലാഭമല്ല, നമ്മളൊരു ബന്ധമുണ്ട്. അങ്ങനെ നമ്മളൊരു ബന്ധമുണ്ട്. ആ ഒരു ഗ്രൂപ്പ് വരുമ്പോഴേ ഗ്രൂപ്പിന്റെ ഭാഗമാകുമ്പോഴേ നമുക്കത് മനസ്സിലായി. കാരണം ഇത് കൊണ്ടുവന്ന് നടുമ്പോൾ ഉള്ള ഒരു ആശങ്ക അത് പിന്നീട് പതുക്കെ ഇങ്ങനെ പൂവായി ഈ ലെവലിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ എല്ലാം പൈസ മാത്രമല്ലല്ലോ. പൈസ എനിക്ക് കഴിഞ്ഞ വർഷമേ ഭയങ്കര ആഗ്രഹമായിരുന്നു പൂക്കൃഷി തുടങ്ങണമെന്നുള്ളത്. അപ്പോഴാണ് വിഷ്ണു വന്ന് എന്നോട് പറഞ്ഞു, ചേച്ചി നമുക്ക് ഇങ്ങനെ ഒന്ന് തുടങ്ങാമോ? അപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഒരു ദിവസം ഉച്ചയ്ക്ക് പറയുന്നു, വൈകുന്നേരം ആയപ്പം 7 പേര് സെറ്റാണ് ഇറങ്ങിക്കോളാം. എന്തായാലും ഇതൊരു കേരള ഒട്ടുക്ക് ഉള്ള ജനങ്ങൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ എന്താണ് പറഞ്ഞത് പൂവനി എന്ന് പറഞ്ഞ സംരംഭം വഴി എല്ലാവരും ഒന്നുമില്ലെങ്കിൽ ഒരു വീട്ടിലെങ്കിലും 4 പൂ കൃഷി ചെയ്ത് ഓണത്തിനൊക്കെ നമ്മൾ വെളിയിൽ നിന്നല്ലേ വാങ്ങിക്കണം. ഓണത്തിന്റെ തലേദിവസം സ്കീമുണ്ട് എന്നുള്ളൊരു സംഭവം ജനങ്ങൾ അറിയും. അതാണ് ഇത് ശരിക്കും നമുക്ക് എല്ലാവർക്കും മാതൃകാപരമായിട്ട് ചിന്തിച്ചും കണ്ടും പ്രവർത്തിച്ചും ചെയ്യേണ്ട ഒരു രംഗമാണെന്ന് തന്നെ പറയാം. നമുക്ക് കേരളത്തിലുള്ളവർക്ക് ഇത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്. ഈ ഒരു പഞ്ചായത്ത് ഇതിനു വേണ്ടി മുൻകൈ എടുത്തതും ഗവൺമെന്റിന്റെ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ കൃഷി ഓഫീസറും അതിയായ കർമ്മം നടത്തിയിരിക്കുന്നതാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം എല്ലാവിധ ആശംസകളും. ആർക്കെങ്കിലും പൂവോ മറ്റോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ ഈ നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ വളരെ നന്ദി കേട്ടോ, വളരെ നന്ദി, താങ്ക് യു. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സന്തോഷം ഞങ്ങളും കൂടെ ഏറ്റുവാങ്ങിയത്. അനിൽ കഴക്കൂട്ടത്തിന് ഒരു പിടി പൂ കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ പിരിയുന്നത്. നന്ദി, നമസ്കാരം.